Hello, once again, welcome to Travel with Jyotis. ഈ കാനഡയിലേക്കുള്ള എമിഗ്രൻസിൻ്റെ തള്ളിക്കയറ്റം ഏത് രീതിയിലാണ് കാനഡയെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പൊതുവേ ഒരു ധാരണയുണ്ട്, നമ്മുടെ ഈ ഇമിഗ്രൻസ് എല്ലാം കൂടെ കാനഡയിൽ കയറി ഇതുപോലൊരു രാജ്യത്തെ കുളവാക്കി എന്നാണ് പൊതുവേ ആളുകൾ ധരിച്ചിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ തള്ളിക്കയറി നല്ലൊരു രാജ്യമായിരുന്നു, ആ രാജ്യം മുഴുവൻ നശിപ്പിച്ച് കൈക്കൊടുത്തു എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിന് രണ്ട് പാർട്ടുണ്ട്, നല്ല വശങ്ങളും മോശം വശങ്ങളും. അപ്പോൾ ഞാൻ രണ്ട് വീഡിയോയായിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം കാനഡയിലേക്ക് ഈ ഇമിഗ്രൻസിൻ്റെ തള്ളിക്കയറ്റം കൊണ്ട് കാനഡയ്ക്ക് ഉണ്ടായേക്കുന്ന ഗുണം എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നു. പിന്നെ കുറേ ദോഷവശങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. കാനഡയ്ക്ക് ഉണ്ടായേക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. പ്രധാനമായിട്ടും വളരെ പോപ്പുലേഷൻ കുറഞ്ഞ എന്നാൽ വലിയൊരു രാജ്യമാണ് കാനഡ. ഈ കാനഡയിലേക്ക് നമ്മുടെ ആളുകളുടെ തള്ളിക്കയറ്റം തുടങ്ങിയത് ഒരു പരിധി വരെ 2010 അല്ലെങ്കിൽ 2015 ശേഷമാണ്. ഒരുപാട് സ്കിൽഡായിട്ടും അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളും കാനഡയിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ ഇതുകൊണ്ടുണ്ടായ കാനഡയ്ക്കുള്ള ഗുണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ലേബർ ഫോഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടി കമ്പനികൾക്ക് അതിനനുസരിച്ച് വളരെയധികം ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നേറ്റീവായിട്ടുള്ള ആളുകളെ ജോലിക്കെടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി പരിമിതികളുണ്ട്. അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ജനം തന്നെയായിരുന്നു കാനഡയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് ആളുകൾ ഗവൺമെൻറ് ബെനിഫിറ്റിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു ചെറിയൊരു ഒരു സിക്ക് ഉണ്ടായാൽ പോലും പെട്ടെന്ന് സിക്കിലേക്ക് മാറി, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഡിസബിലിറ്റി, ലോങ് ടൈം ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പെർമനൻറ്റ് വെക്കേഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയും അവർക്ക് ഗവൺമെൻറ് ഫണ്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ എമിഗ്രൻസിൻ്റെ തള്ളിക്കയറ്റത്തോടു കൂടി ഒരുപാട് ജോലിക്കാർ ഈ മാർക്കറ്റിലേക്ക് കിട്ടുകയും അത് ഇവിടുത്തെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്, അതായത് ഇപ്പോൾ മക്ഡൊണാൾഡ്സ്, അതുപോലെ ടിം ഹോട്ടൻസ്, അതുപോലുള്ള ഇൻഡസ്ട്രികൾ, അല്ലെങ്കിൽ വാൾമാർട്ട്, കോസ്കോ, ഇതുപോലുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, അത് മാത്രമല്ല ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ചെയിനുകളും ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രിയിലെ ഒരുപാട് ഇതുമുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിൽ ഒരു 80% ആളുകൾ നമ്മുടെ ഇമിഗ്രൻസാണ്. അപ്പോൾ ഇത്രയും ഇമിഗ്രൻസ് കിട്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും എംപ്ലോയേഴ്സിന് അവർക്ക് ഏറ്റവും മിനിമം പേ കൊടുത്തുകൊണ്ട് ഏറ്റവും മാക്സിമം വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. പ്രത്യേകിച്ചും ഈ നേറ്റീവ്സ് ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് എല്ലാ ബെനിഫിറ്റ്സും കൊടുക്കണമായിരുന്നു. എന്നാൽ ഈ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ്സുകൾ വളരെ കുറച്ച് കൊടുത്താൽ മതി. അതായത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻഷുറൻസ്, ബാക്കിയുള്ള ഒരുപാട് രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി ഈ പാർട്ട് ടൈം ആയിട്ടുള്ള എംപ്ലോയികളെ ഹയർ ചെയ്താൽ. എംപ്ലോയർമാർ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് ഒരുപാട് പേരെ അങ്ങ് ഹയർ ചെയ്തു. എന്നിട്ട് ഇവരെ എല്ലാം എന്ത് ചെയ്തു, പാർട്ട് ടൈം എംപ്ലോയീസ്, ക്യാഷ്വൽ എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞങ്ങ് മാറ്റുന്നു. ഒരു ദിവസം അവർക്ക് 10 ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അവരെന്താ ഇത് 20 പേരെ ഹയർ ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരാൾ സിക്ക് വിളിച്ച് ഓഫ് ആകുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ വെക്കേഷൻ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ 3 പേരോട് ചോദിക്കും, നിങ്ങൾ വരുന്നോ ജോലി ചെയ്യുന്നോ, നിങ്ങൾക്ക് ഇപ്പോഴാണ് അവർ കിട്ടുന്നത്, നിങ്ങൾ വന്ന് ജോലി ചെയ്തോളൂ എന്ന് പറയുമ്പോഴത്തേക്കും തള്ളി കയറി വളരെ മിനിമം പേയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് പേരെ ഇവർക്ക് കിട്ടിയത് ഒരുപാട് ഗുണം ചെയ്തു. അതോടുകൂടി ഇതൊരു തന്ത്രമാക്കി പല കമ്പനികളും മാറ്റി. പല കമ്പനികളുടെ വലിയ 10-200 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 10, 50 അല്ലെങ്കിൽ 25 പേര് മാത്രമായിരിക്കും ഫുൾ ടൈം ജോലി ചെയ്യുന്നത്. ബാക്കി എല്ലാവരെയും ക്യാഷ്വൽ എംപ്ലോയീസ് എന്നോ അല്ലെങ്കിൽ പാർട്ട് ടൈം എംപ്ലോയീസ് എന്നോ പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് എംപ്ലോയീസിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇവിടെ തുടങ്ങിയേക്കുന്ന ഒരുപാട് ഈ ബിസിനസ്സുകൾക്കും ഒരു ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിച്ചത് ഈ ഇമിഗ്രൻസിൻ്റെ കടന്നുകയറ്റം തന്നെയാണ്. അതുകൊണ്ട് ഈ ലേബർ മാർക്കറ്റിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബിസിനസ്സുകാർക്ക് വൻ കൊള്ളലാഭം തന്നെ ഉണ്ടായെന്ന് തന്നെ പറയാം. കാരണം ഇവിടുത്തെ മിനിമം പേ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ മിനിമം പേയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും ഇത്രയും ആളുകൾ ഈ കാനഡയിലേക്ക് വന്നതോടുകൂടി വളരെ ചീപ്പായിട്ട് ഇവരെ ഹയർ ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വളരെ മിനിമം ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ബിസിനസ്സിൽ വലിയ ലാഭം ഉണ്ടാക്കാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ പല സിറ്റികളിലും ഇതുകൊണ്ട് നല്ല ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഞാൻ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്. ഇമിഗ്രൻസിൻ്റെ തള്ളിക്കയറ്റം കൊണ്ട് ഇവിടെ വളരെ താഴ്ന്നു കിടന്ന പല സിറ്റികളും വളരെ പെട്ടെന്ന് ഉയർന്നു വന്നു എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ചും ചെറിയ ചെറിയ സിറ്റികൾ, അത്രമാത്രം ഫേമസ് ആയിട്ടില്ലാത്ത സിറ്റികളും വളരെ പെട്ടെന്ന് ഒരു 2015 ശേഷം ഈ സിറ്റികളുടെ വളർച്ച ഭയങ്കരമായിരുന്നു. ഉദാഹരണത്തിന് ആൽബർട്ടയിലെ കാൽഗറി, എഡ്മണ്ടൺ, നോവാസ്കോഷ്യയിലെ ഹാലിഫാക്സ്,
ഇങ്ങനെയുള്ള പല സിറ്റികളുടെയും വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കാരണം ഇമിഗ്രൻസ് ഇവിടെ വന്നു PR കിട്ടുന്നു, അടുത്ത ലെവല് ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചീപ്പായിട്ട് വീട് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ പെട്ടെന്ന് നോക്കും. അങ്ങനെ വന്നതോടുകൂടി ഇതുപോലുള്ള സിറ്റികളിൽ വളരെ വിലക്കുറവായിരുന്നു, വീടുകളൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുകയും വളരെ വില കുറഞ്ഞ വീടുകളും ഉണ്ടായിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇമിഗ്രൻസ് എല്ലാം കൂടെ ആ സിറ്റികളിലേക്ക് തള്ളിക്കയറുകയും ആ സിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പായിപ്പോയി. ഇപ്പം ഞാൻ ജീവിക്കുന്നത് നോവാസ്കോഷ്യയിലാണ്. ഈ നോവാസ്കോഷ്യയിലെ ഹാലിഫാക്സ് സിറ്റിയുടെ വളർച്ചയും ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്, റെൻറ്റ് മാർക്കറ്റ്, ഇങ്ങനെയുള്ള ബിസിനസ് മാർക്കറ്റുകളെല്ലാം ഈ 2020 ശേഷം വൻ വളർച്ചയാണ് ഉണ്ടായത്. ഇതേ സാഹചര്യം തന്നെയാണ് കാനഡയിലെ ഒരു പ്രധാനപ്പെട്ട മിക്ക സിറ്റികളിലും. വലിയ സിറ്റിയായ ഇപ്പം വാൻകൂവറോ ടൊറൻറ്റോയോ അല്ലെങ്കിൽ മോൺട്രിയലോ പോലുള്ള സിറ്റികളും വളർന്നു. അതോടൊപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ചെറു സിറ്റികളുടെയും വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഇതെല്ലാം സാധിച്ചത് നമ്മുടെ ഇമിഗ്രൻസിൻ്റെ വരവോടുകൂടി തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ കോളേജുകളുടെ വളർച്ചയാണ്. അതായത് ഇവിടുത്തെ നേറ്റീവ് സ്റ്റുഡൻസ് പലപ്പോഴും സ്കോളർഷിപ്പിലാണ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. കോളേജുകൾക്ക് വലിയ വരുമാനമൊന്നും അതിൻ്റെ പേരിലില്ല. അതുകൂടാതെ തന്നെ ഈ കോളേജുകളെ സംബന്ധിച്ച് ഒരു വളർന്നു മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വളരെ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇത്രയധികം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിലേക്ക് വരുന്നത്. അത് വലിയ വളർച്ചയാണ് പല കോളേജുകൾക്കും പല യൂണിവേഴ്സിറ്റികൾക്കും നൽകിയത്. കാരണം പകുതിയിലധികം കുട്ടികളും വിദേശത്തു നിന്ന് വന്ന് പഠിക്കുകയും ആ വിദേശത്തു നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളോ ഭീമമായ ഒരു തുക കൊടുത്താണ്, ഫീസായിട്ട് കൊടുത്താണ് ഇവിടെ പഠിക്കുകയും ചെയ്യുന്നത്. അത് പല ചെറിയ കമ്മ്യൂണിറ്റിയുടെയും ബാക്ക് ബോണായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് നോവാസ്കോഷ്യയിലെ കേബ്രിട്ടൺ എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ സിഡ്നി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണുണ്ട്. അവിടെയുണ്ട് CBU, കേബ്രിട്ടൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റി ചുറ്റിപ്പറ്റി തന്നെയാണ് ആ ഒരു ടൗൺഷിപ്പിൻ്റെ നിലനിൽപ്പ് പോലും. അതായത് വളരെയധികം കുട്ടികൾ അവിടെ വന്നു വരികയും അവരുടെ ബിസിനസ്സും അവരുടെ റെൻറ്റും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുന്ന വലിയൊരു വാല്യൂവും കൊണ്ട് തന്നെയാണ് അതുപോലുള്ള സിറ്റികൾ നിലനിൽക്കുന്നത്. ഒൻറ്റാരിയോയിലേക്ക് ചെന്നാലും വളരെയധികം ചെറിയ ചെറിയ സിറ്റികളുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കോളേജിനെയോ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. അതുപോലുള്ള കമ്മ്യൂണിറ്റികളിലേക്ക് ഇത്രയധികം സ്റ്റുഡൻസ് വന്നതോടുകൂടി വളരെയധികം സാമ്പത്തിക ബെനിഫിറ്റ് ഈ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിനും ചെറിയ സിറ്റികൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് കാനഡയിലേക്ക് ഇൻ്റർനാഷണൽ ആൾക്കാരുടെ തള്ളിക്കയറ്റം കൊണ്ട് കാനഡയ്ക്കുണ്ടായ ഗുണം. അത്ര മോശമൊന്നുമല്ല. കാരണം ഇത്രയും ചെറിയ ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് ഇത്രയും ആളുകൾ പെട്ടെന്ന് വരികയും ഇത്രയും ആളുകളും ചുമ്മാ ഇരിക്കുന്നവരല്ല കേട്ടോ. ഈ ഇമിഗ്രൻസിൽ 99% നന്നായിട്ട് കഷ്ടപ്പെടുന്നവരാണ്. ഒരു ജോലി അല്ലെങ്കിൽ 2 ജോലി അല്ലെങ്കിൽ 3 ജോലി വരെ ഒരു മടിയും കൂടാതെ ചെയ്യുന്നവരാണ്. ഉദാഹരണത്തിന് പഞ്ചാബി കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ കണ്ടേക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങളും പലർക്കും ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പഞ്ചാബി കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി ഉള്ളത് കാരണം തന്നെ ഇവിടുത്തെ വെയർ ഹൗസുകളിൽ 80% ജോലിക്കാരും ഈ പഞ്ചാബികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ വരുന്നു, ജോലി എടുക്കുന്ന എന്ത് ജോലിയും അവർക്ക് കിട്ടിയാൽ മതി, അവർക്ക് ശമ്പളം കിട്ടിയാൽ മതി, അവരെന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. മരിച്ചു കിടന്ന് ജോലി ചെയ്താണെങ്കിലും അവർ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങും. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവിംഗ് ബിസിനസ്സിൻ്റെ അകത്തും പ്രധാന പങ്കും ഈ പഞ്ചാബികളാണ്. ഇതുപോലുള്ള വലിയ കമ്മ്യൂണിറ്റികൾ കയറിയതോടുകൂടി ഇവിടെ ശരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാനഡ കാണുന്നുണ്ട്. കാരണം ഈ സാമ്പത്തിക വളർച്ച, അതായത് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്ന $1,00,000 കിട്ടിക്കൊണ്ടിരുന്ന വീടുകൾക്ക് $5-8 ലക്ഷം വില വരെ മാറി വന്നതെന്ന് പറയുന്നത് ഇത്രയും ആളുകളുടെ ഇടിച്ചുകയറ്റം കൊണ്ടാണ്. റിയൽ എസ്റ്റേറ്റിലുണ്ടായ വർധനവ് വളരെയധികം കൂടുതലാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ താമസിക്കുന്ന ഈ വീടിന് വില $3,89,000 ആയിരുന്നു 2018 വില. ഞാനിതിൻ്റെ പല സൈറ്റുകളിലും എടുത്ത് നോക്കിയാൽ നമുക്കിതുപോലെ വിലകൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് 2022 ആയപ്പോഴത്തേക്കും 8,10,000 മാറി ഞാൻ ഈ താമസിക്കുന്ന വീട്. അപ്പോൾ ആ 2018 വാങ്ങിച്ച ഒരാൾക്ക് 4 വർഷം കൊണ്ട് അയാൾക്ക് എത്ര ഇരട്ടിയാണ് ലാഭം കിട്ടിയതെന്ന് ആലോചിക്കുക. ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ കാനഡയിൽ ഉടനീളമുണ്ട്. അതായത് റിയൽ എസ്റ്റേറ്റിൽ ഒരു വലിയ വർധനവ്, വാഹന വിൽപ്പന മേഖലയിലൊക്കെ വൻ വർധനവ് ഉണ്ടാകാൻ കാരണം ഈ ഇമിഗ്രൻസിൻ്റെ കടന്നുവരവ് തന്നെയാണ്. അപ്പോൾ കാനഡയെ സംബന്ധിച്ച് ഓവറോൾ ഒരുപാട് ഗുണം എന്ന് പറയുന്ന കഴിഞ്ഞ 5.5 വർഷത്തെ എൻ്റെ കാനഡ ജീവിതത്തിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളാണ്. കാനഡയിലെ ഒരു പൊതു രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരുപാട് മെച്ചം കൊണ്ടുവരാനും ഈ ഇമിഗ്രൻസിന് സാധിച്ചു എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല.
അത് കാരണം തന്നെ കാനഡയെ സംബന്ധിച്ച് വളരെയധികം ഗുണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിനൊരു ദോഷവശങ്ങൾ കൂടെയുണ്ട്. അതായത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മേഖലയും കൂടെയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെപ്പറ്റി നിങ്ങൾക്കും ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും അടുത്ത ദിവസം ഈ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.